ഇനി നേരെ പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്കും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്കുമാണ്. സുനിൽ ഐസക് കൂടിയുണ്ട്. സുനിൽ, അപ്പോൾ KPCCയുടെ വിലക്ക് മറികടന്ന് ഇങ്ങനെ പ്രകടനമൊക്കെ ആയിട്ട് ആളുകൾ രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വലിയൊരു നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്താണ് തെക്കൻ കേരളത്തിലെ സ്ഥിതി? ജിൽസി, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അസാധാരണമായ കാഴ്ചകൾക്കാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ നേതാക്കൾക്ക് വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞ് ബോർഡുകളും ഫ്ലക്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള മുറവിളികളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ വലിയ തോതിൽ ഒരു നേതാവിന് വേണ്ടി ജനം തെരുവിലേക്ക് ഇറങ്ങുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ പ്രതിഷേധമുണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, ആരും ആഹ്വാനം ചെയ്യാതെ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വാട്സപ്പിലും മറ്റുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഘടിച്ച് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന ജനക്കൂട്ടം, അത് ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഒരു സമരരംഗത്ത് പോലും അത്രയധികം ആളുകളെ ഒന്നിച്ചണിനിരത്തുന്ന കാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രമേൽ വലിയ ജനസഞ്ചയമാണ് VD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നത്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനെ അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം. മറ്റൊന്ന്, ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ജനങ്ങളിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവരെ ഇറക്കുന്നത് ഹൈക്കമാൻഡിന് വലിയ അനിഷ്ടമുണ്ടാക്കുന്നുമുണ്ട്. കാരണം ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കാര്യം നടത്താം എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ പ്രകടനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് AICC KPCCക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് അച്ചടക്ക നടപടിയിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ചാണ് ഈ KPCCയുടെ സർക്കുലർ പുറത്തിറങ്ങുന്നത്. എല്ലാ മണ്ഡലം ഭാരവാഹികൾക്കും സർക്കുലർ നൽകുന്നു. എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടായാൽ ഏതെങ്കിലും ഭാരവാഹികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഈ സർക്കുലർ പുറത്തിറങ്ങുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രകടനങ്ങൾ VD സതീശന് വേണ്ടി നടക്കുന്നത് എന്നതുകൂടി ഒരു രസകരമായ കാഴ്ച കൂടിയായിരുന്നു. പക്ഷേ ആ സർക്കുലറിന് പിന്നാലെ VD സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഏതെങ്കിലും തരത്തിൽ തനിക്ക് വേണ്ടി ആരും തെരുവിലിറങ്ങരുത്, ചേരിതിരിഞ്ഞുള്ള ഫ്ലക്സ് വെക്കലും പ്രകടനങ്ങളും വേണ്ട എന്ന് വെക്കണം, അത് അവസാനിപ്പിക്കണം. കാരണം ഇതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രി ചർച്ചകൾ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് സംയമനം പാലിക്കണമെന്ന് VD സതീശൻ തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി. പക്ഷേ അതോടുകൂടി ഒരല്പം VDയുമായി ബന്ധപ്പെട്ട ആളുകളുടെ തെരുവിലേക്കുള്ള പ്രകടനങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും തെക്കൻ കേരളത്തിൽ ഇന്ന് എവിടെയും VD സതീശന് അനുകൂല പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റു റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രകടനത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിന് ഏത് തരത്തിലാണ് KPCC കൈകാര്യം ചെയ്യുക എന്ന് കാത്തിരുന്ന് കാണണം. പിന്നെ KPCCയുടെ ഒരു അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത്രമേൽ ആരും പേടിക്കുന്ന നടപടിയൊന്നുമല്ല. സാധാരണഗതിയിൽ ഒരു നടപടി എടുത്താൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ആ നടപടി പിൻവലിക്കുകയാണ് സാധാരണ ചെയ്യുക. അത് ഈ പ്രകടനം നടത്തുന്നവർക്കും അറിയാം. അതുകൊണ്ട് അത്രമേൽ ഗൗരവത്തോടെ അതിനെയൊന്നും നേതാക്കളും ആണികളും എടുക്കാനുള്ള സാധ്യതയും കുറവാണ്. ജിൽസി.